ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരങ്കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമൻ നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം, ശുഭദിനം നേരുന്നു. നമ്മൾ 16ാമത്തെ ദശകമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. പുതിയ അധ്യായമാണ്. 15 അധ്യായങ്ങൾ കഴിഞ്ഞു. 16ാമത്തെ ദശകത്തിൽ നരനാരായണ ചരിതവും ദക്ഷയാഗവുമാണ് പഠിക്കുന്നത്. ഇത് ഭാഗവതത്തിൽ ഒരു വരിയിൽ 1.25 ശ്ലോകം കൊണ്ട് പറഞ്ഞു. ഇവിടെ ദക്ഷനെക്കുറിച്ച് ദക്ഷചരിതവും അതെല്ലാം നമ്മൾ ഭാഗവതത്തിലെല്ലാം പഠിച്ചതാണ്. ഒത്തിരി വിവരിക്കാൻ ഇതൊന്നുമില്ല. ആദ്യം 2 ശ്ലോകം എടുക്കാം. ആ 2 ശ്ലോകം ഒന്ന് വായിക്കാം. വായിച്ചിട്ട് അർത്ഥം പറയാം. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നമോ ഭഗവതേ വാസുദേവായ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. വീക്ഷണമസ്തു. ദക്ഷോ വിരിഞ്ചതനയോഥ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ചാപകന്യാഃ. ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. വാക്കുകൾ നോക്കാം. ദക്ഷഃ വിരിഞ്ചതനയഃ അഥ മനുഃ തനൂജാം ലബ്ധ്വാ പ്രസൂതി ഇഹ ഷോഡശ ച ആപ കന്യാഃ. ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദ് അംശേ. ത്വദ് അംശേ ത്വദംശേ. ഇനി വായിക്കാം. ദക്ഷോ വിരിഞ്ച തനയോഥ മനോസ്തനൂജാം. തനയഃ അഥ തനയോഥ മനുഃ തനൂജാം മനോസ്തനൂജാം. മനോസ്തനൂജാം. സായുടെ സൗണ്ട് എങ്ങനെ വന്നതെന്നറിയാലോ. ലബ്ധ്വാ പ്രസൂതി ഇഹ പ്രസൂതിമിഹ ഷോഡശ ച ആപകന്യാഃ. ച ആപകന്യാണ് ചാപകന്യായി മാറിയത്. ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. ത്വദ് അംശം, അങ്ങയുടെ അംശത്തിൽ എന്നർത്ഥം. ദക്ഷഃ ദക്ഷൻ. വിരിഞ്ചതനയഃ വിരിഞ്ചൻ്റെ തനയനായ. അപ്പം ദക്ഷൻ ആരാണെന്നാണ് പറഞ്ഞത്? ബ്രഹ്മാവിൻ്റെ. വിരിഞ്ചൻ ബ്രഹ്മാവാണ്. വിവിധം രചയിതി ഇതി വിരിഞ്ചഃ. വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളെ, വിവിധങ്ങളായ വൈവിധ്യങ്ങളെ രചിക്കുന്നത് കൊണ്ട് സൃഷ്ടി നടത്തുന്നു. പല പ്രകാരത്തിലുള്ള സൃഷ്ടികൾ നടത്തുന്നത് ബ്രഹ്മാവായതുകൊണ്ടാണ് ബ്രഹ്മാവിന് വിരിഞ്ചൻ എന്ന് പേര് വന്നത്. സർഗം, അതായത് വിഷമ സർഗം എന്നൊക്കെ പറയും. ഇപ്പം സർഗം എന്ന് പറഞ്ഞാൽ ആ 24 തത്വങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ബ്രഹ്മാവ് എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് വിരിഞ്ചൻ്റെ ബ്രഹ്മാവിൻ്റെ തനയൻ പുത്രൻ, മകൻ. വിരിഞ്ചൻ്റെ തനയനായ ദക്ഷൻ മനുഃ തനൂജ, മനുവിൻ്റെ തനൂജപുത്രി, മനുവിൻ്റെ പുത്രിയായ ലബ്ധ്വ ലഭിച്ചിട്ട്. ആരെ? പ്രസൂതിയെ ലഭിച്ചിട്ട്, മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ ലഭിച്ചിട്ട് എന്ന് പറഞ്ഞാൽ
വിവാഹം കഴിച്ച് കിട്ടി, ഭാര്യയായി കിട്ടി. ഇവിടെ അപ്പം ദക്ഷൻ, ബ്രഹ്മാവിൻ്റെ മകനായ ദക്ഷ പ്രജാപതി മനുവിൻ്റെ മകളായ പ്രസൂതിയെ വിവാഹം ചെയ്തു എന്നർത്ഥം. ലബ്ധ എന്ന് പറഞ്ഞാൽ ലഭിച്ചിട്ട്, അതിൽ ഷോഡശ ച ആപകന്യാക, ഷഡ് എന്ന് പറഞ്ഞാൽ 6, ദശം എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ ഷോഡശം 16, ച ആപ എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക, കന്യാക, കന്യ എന്ന് പറഞ്ഞാൽ പുത്രിമാർ, മക്കൾ, പെൺമക്കളാണ്. അപ്പോൾ 16 പെൺമക്കളുണ്ടായി പ്രസൂതിക്ക്. ഈ ദക്ഷനും പ്രസൂതിക്കുമായിട്ട് 16 കന്യകമാരുണ്ടായി. ധർമ്മേ ത്രയോദശ ദദൗ, ധർമ്മപ്രജാപതിക്ക് ത്രയം എന്ന് പറഞ്ഞാൽ 3, ദശം എന്ന് പറഞ്ഞാൽ 10, അപ്പോൾ 13 കന്യകമാരെ, 13 പേരെ ധർമ്മന് ദദൗ, ധർമ്മന് കൊടുത്തു, ധർമ്മപ്രജാപതിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു കൊടുത്തു. പിതൃഷു സ്വഥാംച, സ്വഥ എന്ന മകളെ പിതൃദേവന്മാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. സ്വാഹാം ഹവിർഭുജി, ഹവിർഭുജി എന്ന് പറഞ്ഞാൽ ഹവിസിനെ ഭുജിക്കുന്നവൻ. നമ്മൾ യജ്ഞം ഹോമമൊക്കെ നടത്തുമ്പം യജ്ഞദ്രവ്യങ്ങളെല്ലാം ഹോമത്തിൽ ആഹൂതി ചെയ്യുന്നു. അത് എല്ലാ ദേവന്മാർക്കും അവരുടെ ഇതനുസരിച്ച് കൊണ്ടുകൊടുക്കുന്നത് അഗ്നിദേവനാണ്. അപ്പം നമ്മൾ ആർക്കാ യജ്ഞം ചെയ്യുമ്പോൾ ഇതൊക്കെ കൊടുക്കുന്നത്? അത് ഭക്ഷിക്കുന്ന ആരാണ്? ഭുജി എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക, ഭക്ഷിക്കുക. അപ്പോൾ അതാരാണ് ഭക്ഷിക്കുന്നത്? അഗ്നിദേവൻ അല്ലേ? അഗ്നിദേവനാണ് അത് വഹിച്ചുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് അഗ്നിദേവന് ഹവിസ്, അഗ്നിദേവന് ഹവിർ ഭുജി എന്ന് പേര്, ഹവിസിനെ ഭുജിക്കുന്നവൻ എന്ന്. ആ ഹൗസിനെ ഭുജിക്കുന്നവൻ അഗ്നിദേവന് സ്വാഹാം എന്ന ദേവിയെ കൊടുത്തു, എന്ന മകളെ കൊടുത്തു. സ്വാഹ, ഇപ്പം നമ്മളെന്തെങ്കിലും യജ്ഞം ഹോമമൊക്കെ ചെയ്യുമ്പം സ്വാഹ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അത് ഈ സ്വാഹാദേവിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അഗ്നിദേവനായി കൊണ്ട് സ്വാഹാദേവിയെ കൊടുത്തു എന്ന് പറയുമ്പോൾ അഗ്നിദേവൻ്റെ ഭാര്യയാണ് സ്വാഹാദേവി. നമ്മളിത് പഠിച്ചിട്ടുണ്ട്, ഓർത്തു നോക്ക്, നേരത്തെ പഠിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ അഗ്നിദേവൻ്റെ ഭാര്യയായ സ്വാഹാദേവിയെ കൊടുത്തു. പിന്നെ സതീം ഗിരിശേ ത്വദംശേ, ത്വത് അങ്ങയുടെ അംശം, അങ്ങയുടെ തന്നെ അംശത്തിൽ ജനിച്ച ഗിരിശന് സതിയെ കൊടുത്തു. 16ാമത്തെ മകളായ സതീദേവിയെ മഹാദേവനായി കൊണ്ടുകൊടുത്തു. മഹാദേവൻ ആരാണ്? ത്വദംശം, അങ്ങയുടെ അംശത്തിൽ തന്നെയുള്ള ഗിരിശന്, മഹാദേവന് സതിയെ കൊടുത്തു എന്നർത്ഥം. അപ്പം ഈ ശ്ലോകം എങ്ങനെയാണ്? ദക്ഷോ വിരിഞ്ചതനയോധ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ചാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. ബ്രഹ്മപുത്രനായിരിക്കുന്ന ദക്ഷപ്രജാപതി സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്തു. അവളിലുണ്ടായ 16 കന്യകമാരിൽ 13 പേരെ ധർമ്മദേവനും സ്വഥ എന്ന പുത്രിയെ പിതൃദേവകൾക്കും സ്വാഹ എന്ന മകളെ അഗ്നിദേവനും സതി എന്ന കന്യകയെ അങ്ങയുടെ അംശരൂപിയായിരിക്കുന്ന ശിവനും വിവാഹം ചെയ്തു കൊടുത്തു എന്ന് സാരം. അടുത്ത ശ്ലോകം. മൂർത്തേഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതൂര്യഘോഷാഃ പുഷ്പോൽക്കരാൻ പ്രവവൃഷോർനുനുവുസുരൗഖാഃ. മൂർത്തിർഹി, മൂർത്തിയാകട്ടെ, ഇവിടെ മൂർത്തി എന്ന് പറയുന്നത് ആ ധർമ്മപ്രജാപതിയുടെ ഭാര്യയാണ് മൂർത്തി. മൂർത്തി ദേവിക്കും ധർമ്മനും, ധർമ്മപ്രജാപതിക്കും മൂർത്തി ദേവിക്കും കൂടി ഉണ്ടാകുന്ന മക്കളാണ് ഈ നരനാരായണന്മാർ. നമ്മൾ പഠിക്കുന്ന അതാണല്ലോ. അപ്പം
മൂർത്തിഹി മൂർത്തിയാകട്ടെ, അതാണ് മൂർത്തിഹി. ഹി എന്ന് പിന്നെയുണ്ട്, മൂർത്തിർ ഹി. ആദ്യത്തെ വിസർഗത്തെ ഇറാക്കിയിട്ട് ഹി എന്നുള്ളത് വിസർഗത്തിന് വേണ്ടിയുള്ളതല്ല, ആകട്ടെ എന്ന അർത്ഥത്തിലുള്ള. അപ്പം മൂർത്തിർ ഹി ധർമ്മഗ്രഹിണി. ഗൃഹിണി എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നർത്ഥം. അപ്പോൾ ധർമ്മപ്രജാപതിയുടെ ഭാര്യയായ മൂർത്തിയാകട്ടെ സുഷുവേ ഭവന്തം. ഭവന്തം അങ്ങയെ, ആരെ? ഭഗവാനെ. അപ്പോൾ ഭഗവാൻ നാരായണൻ എന്ന പേരിൽ മൂർത്തിദേവിയിൽ സുഷു പ്രസവിച്ചു, മൂർത്തിദേവിയിൽ ജനിച്ചു. എങ്ങനെ? നരസഖം മഹിതാനുഭാവം. മഹിതാനുഭാവം എന്ന് പറഞ്ഞാൽ മഹത്തായ ഭാവങ്ങളോടുകൂടിയ നാരായണൻ നരസഖനോടുകൂടി, കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ഇരട്ടയാണ് പ്രസവിച്ചത്. അപ്പോൾ ആദ്യത്തെ നാരായണൻ എന്നുള്ളത് ഭഗവാനും ഒരു കുട്ടിയും കൂടി സഹോദരനായിട്ട് നരൻ എന്ന പേരിൽ. അപ്പോൾ ഇരട്ട കുട്ടികളെ പ്രസവിച്ചു. യജ്ജന്മനി പ്രമുദിതാഹ. യജ്ജന്മനി എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ, ഈ നരനാരായണന്മാരുടെ ജന്മത്തിൽ പ്രമുദിതാഹ. മുദിതം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക, പ്രമുദിതം എന്ന് പറഞ്ഞാലോ നന്നായി സന്തോഷിക്കുക, അല്ലെങ്കിൽ പ്രകർഷേണ സന്തോഷിക്കുക. മുദിതാഹ കൃതതൂര്യഘോഷാഹ. കൃതതൂര്യഘോഷം എന്ന് പറഞ്ഞാൽ വാദ്യഘോഷത്തെ ചെയ്തു. ആരാണ്? സുരൗഖാഹ. സുരൗഖ എന്ന് പറഞ്ഞാൽ സുരന്മാർ, ദേവന്മാർ, ഔഖം കൂട്ടങ്ങൾ, ദേവക്കൂട്ടങ്ങൾ, അല്ലെങ്കിൽ ദേവന്മാരുടെ വർഗം മുഴുവനും, ദേവന്മാരെല്ലാവരും, സമൂഹം, ദേവസമൂഹം കൃതതൂര്യഘോഷാക പ്രമുദിതാക, സന്തോഷിച്ച് വാദ്യഘോഷത്തെ ചെയ്തു. പുഷ്പോത്കരാൻ പ്രവവൃഷൂർനുനുവു. പുഷ്പോത്കരാൻ പുഷ്പവൃഷ്ടിയെ ചെയ്തു. കൂടാതെ അത് പ്രവവൃഷു എന്നുണ്ട്. പ്രവവൃഷു എന്ന് പറഞ്ഞാൽ പ്രകർഷേണ വർഷിച്ചു. എന്തിനെ വർഷിച്ചു? പുഷ്പത്തെ. പുഷ്പോത്കരാൻ പ്രവവൃഷു. നുനുവുഹു. നുനുവു എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു. അപ്പം ദേവഗണങ്ങളെല്ലാവരും ഈ ഭഗവാൻ ജനിച്ചപ്പോൾ ഭഗവാന്റെ ജന്മത്തിൽ സന്തോഷിച്ച് വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി പുഷ്പവൃഷ്ടിയെയും ചെയ്തു എന്ന് അർത്ഥം. നമ്മൾ കഴിഞ്ഞ ഇതിൽ സ്കന്ധം 3 ആണ് അല്ലേ, ആകൂതി എന്ന് പറയുന്ന മനുവിനുണ്ടായ പുത്രി ആകൂതിയിൽ യജ്ഞൻ എന്ന ദേവനുണ്ടായി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യജ്ഞനാണ്, യജ്ഞനെന്നും ദക്ഷിണെന്നും പറയുന്ന ഭഗവാന്റെ സഹോദരിയായിട്ടും 2 പിള്ളേർ അവർക്ക് ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ ആ ദേവഹൂതി ദേവിയിൽ അത് നമ്മൾ പഠിച്ചു അല്ലേ, 2 ആൺകുട്ടികൾ ജനിച്ചു, പ്രിയവ്രതനും ഉത്താനപാതനും. ഇവിടെ പ്രസൂതിക്ക് 16 പെൺകുട്ടികൾ, പ്രസൂതിക്കും ദക്ഷനും കൂടി 16 പെൺകുട്ടികളുണ്ടായി. മൂർത്തി ദേവിക്ക്, ധർമ്മദേവൻ്റെ, ധർമ്മപ്രജാപതിയുടെ ഭാര്യയായ മൂർത്തി ദേവിക്ക് 2 പേര് ഇരട്ടയായിട്ട് പ്രസവിച്ചു, നാരായണനും നരനും. നരൻ എന്ന 2ാമത്തെ കുട്ടിയുടെ പേര് നാരായണൻ, ഭഗവാൻ തന്നെ, ഭവന്തം, അങ്ങ് തന്നെ ജനിച്ചു എന്നാണ്. അതിൽ സന്തോഷിച്ച് ദേവവർഷങ്ങളെല്ലാം, ദേവസമൂഹങ്ങൾ മുഴുവൻ പുഷ്പവൃഷ്ടി ചെയ്തു, കൂടാതെ വാദ്യഘോഷങ്ങളെ ചെയ്തു എന്ന് അർത്ഥം. മുഹൂർത്തിർഹി ധർമ്മഗൃഹിണി സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം. മഹത്തായ അനുഭാവത്തോടു കൂടിയ എന്ന് മഹിതാനുഭാവം എന്നുള്ളതിൻ്റെ അർത്ഥം. യജ്ജന്മനി പ്രമുദിത കൃതതൂര്യഘോഷാഹ പുഷ്പോത്കരാൻ പ്രവവൃഷോർനുനുവു സുരൗഖാഹം. ഈ 2 ശ്ലോകം വായിച്ചിട്ട് ഒന്നുകൂടി അർത്ഥം പറഞ്ഞുതരാം. ദക്ഷോ വിരിഞ്ച തനയോധ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ചാപകന്യാഹ. ആപകന്യാഹ. ആപ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു എന്നർത്ഥം. ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച സ്വാഹാഹവീർഭുജി സതി ഗിരിശാത്വതം ചേ. ബ്രഹ്മപുത്രനായിരിക്കുന്ന ദക്ഷപ്രജാപതി
സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്തു. അവളിലുണ്ടായ 16 കന്യകമാരിൽ 13 പേരെ ധർമ്മദേവനും സ്വത എന്ന പുത്രിയെ പിതൃദേവകൾക്കും സ്വാഹ എന്ന മകളെ അഗ്നിദേവനും സതി എന്ന കന്യകയെ അങ്ങയുടെ തന്നെ അംശരൂപിയായിരിക്കുന്ന ശിവനും വിവാഹം ചെയ്തു കൊടുത്തു. മൂർത്തിർഹി ധർമ്മഗൃഹിണി സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതൂര്യഘോഷാഃ പുഷ്പോൽക്കരാൻ പ്രവവൃഷുർനുനു സുരൗകാഃ. ധർമ്മദേവൻ്റെ ഭാര്യയായിരിക്കുന്ന മൂർത്തിയാകട്ടെ മഹാപ്രഭാവത്തോടു കൂടിയിരിക്കുന്ന നാരായണനായ അങ്ങയെയും നരൻ എന്ന സഹോദരനോടൊപ്പം പ്രസവിച്ചു. അപ്പോൾ ഇരട്ടക്കുട്ടികളെ പ്രസവിച്ചു. നരനാരായണന്മാരെന്നവർക്ക് പേരും, നരനും നാരായണനും. അവതാര സമയത്ത് ദേവഗണങ്ങൾ സന്തുഷ്ടരായി ഭേരീനിനാദം മുഴക്കുകയും പുഷ്പവൃഷ്ടിച്ച് നടത്തുകയും ചെയ്തു. അവർ വാദ്യഘോഷങ്ങളൊക്കെ ഘോഷിച്ച് ഭയങ്കര ഇതായിട്ട് ഘോഷിച്ചു അതിനെ എന്നർത്ഥം. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു. ഹരിയും സകലം ശ്രീകൃഷ്ണാർപ്പണം അസ്തു. നാരായണാഖിലൗ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.